ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് വിമർശനം ഉന്നയിച്ചത്. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വില പോവില്ലെന്നും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്നുമാണ് വിമർശനം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയതോടെയാണ് നേതാക്കൾക്കിടയിലെ തമ്മിലടി മറനീക്കി പുറത്തുവന്നത്. കെ സുരേന്ദ്രനാണ് കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം. അത് മറന്നാൽ ഭൂരിപക്ഷം വോട്ടുകൾ ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്നായിരുന്നു വി മുരളീധരന്റെ വിമർശനം. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല. നേതാക്കളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ടുകൾ കോർപ്പറേറ്റ് രീതിയാണെന്നും വി മുരളീധരൻ വിമർശിച്ചു. പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന നടപടിയാണ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. തൃശൂരിലെ നേതൃയോഗത്തിൽ ക്ഷണമില്ലാത്ത വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു പി കെ കൃഷ്ണദാസിന്റെ ചോദ്യം. പങ്കെടുത്തവർ തന്നെയാകും പുറത്തുവിട്ടതെന്ന് വി മുരളീധരൻ മറുപടി നൽകി. കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനം നടത്തിയ കെ സുരേന്ദ്രൻ ക്ഷണം ലഭിക്കാത്ത കാര്യം നിഷേധിച്ചില്ല. അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി. തർക്കം രൂക്ഷമായതോടെ ദേശീയ നേതൃത്വം ഇടപെട്ടു. അതോടെ തെറ്റ് സമ്മതിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. വിഭാഗീയത അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ബി.എൽ. സന്തോഷ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. മീഡിയ 1 തിരുവനന്തപുരം.